ഈ അടുത്ത് സോഷ്യൽ മീഡിയകളിലൊക്കെ വളരെ വൈറലായ ഒരു സൂഫി ഗാനമുണ്ട്. ഭ്രാന്തായാൽ എന്തു സുഖം, സക്രാത്തുൽ മൗത്തിനെന്തു രസം. ഭ്രാന്തായാൽ എന്തു സുഖം, സക്രാത്തുൽ മൗത്തെന്തു രസം. ഭ്രാന്തായാൽ എന്തു സുഖം, സക്രാത്തുൽ മൗത്തെന്തു രസം എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട്. ഭ്രാന്തായിക്കഴിഞ്ഞാൽ സുഖമാണ് എന്ന് വെക്കുന്നത് എപ്പോഴാണ് സുഖമുണ്ടാവുന്നത്? ആ മനുഷ്യൻ ഒരു മുഅ്മിനായ മനുഷ്യനാകുമ്പോൾ, ഒരു മുസ്ലിമായ മനുഷ്യനാകുമ്പോൾ അയാളുടെ പാരത്രികമായ ലോകത്തെ അവസ്ഥകളെ സംബന്ധിച്ച് മരണമാസന്നമാകുമ്പോൾ അദ്ദേഹത്തിലേക്ക് മറ്റുള്ളവർക്കുള്ള ഹിസാബുകളും മറ്റുള്ള കാര്യങ്ങളും ഇല്ലല്ലോ എന്നോർത്തുകൊണ്ടാണ് അതിനൊരു സുഖം കിട്ടുന്നത്. സക്രാത്തുൽ മൗത്തിന് വേദനയുണ്ടെന്ന് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സക്രാത്തുൽ മൗത്തിന് രസം കിട്ടുക എന്ന് പറയുന്നത് മരിക്കുന്ന സമയത്ത് മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണും, അതുപോലെ സ്വർഗീയ അനുഭൂതികൾ ആസ്വദിക്കും. അതൊക്കെ ഉണ്ടാവുമ്പോഴാണ് രസമുണ്ട് എന്ന് പറയുന്നത്. വേറെ ദുനിയാവിൽ ഭ്രാന്തായാൽ എന്തെങ്കിലും സുഖം കിട്ടുന്നുണ്ടോ എന്ന് അല്ലാഹു അഅലം. ഭ്രാന്തന്മാരോട് ഇടപഴകിയിരുന്ന ഒരു മഹാമനുഷ്യനായിരുന്നു റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്താളുകളിൽ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു ഭ്രാന്തന്മാരെ അങ്ങാടികളിലും മറ്റൊക്കെ പോയി ഭ്രാന്ത് പിടിച്ച് കിടക്കുന്ന ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് അവരുടെ ഡ്രസ്സുകളെല്ലാം മാറ്റി പുതിയ ഡ്രസ്സുകൾ ധരിപ്പിച്ച് പഴയവ അവർക്ക് കഴുകി വൃത്തിയാക്കി തിരിച്ചു കൊടുത്ത് വയറ് നിറയെ ഭക്ഷണവും കൊടുത്ത് കൊണ്ടുവന്നിടത്ത് തന്നെ കൊണ്ടുപോയി ആക്കുന്ന ഒരു സ്വഭാവം ആർക്കുണ്ടായിരുന്നു? മഹാനായ റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. ഇത് കാരണം ശിഷ്യന്മാർ ചോദിച്ചു അത്രേ, എന്താ ഭ്രാന്തന്മാരോട് ഇത്രത്തോളം അടുപ്പം കാണിക്കാനുള്ള കാരണം? മഹാനവർകൾ അതിനുള്ള ഒരു മറുപടി പറഞ്ഞത്, അവർ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന വ്യക്തികളാണ്, അതുകൊണ്ടാണ് അവരോട് ഞാൻ അടുപ്പം കാണിക്കുന്നതെന്ന് മഹാനായ റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അത്രേ. അപ്പോൾ റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു ഭ്രാന്തന്മാരോട് സഹവസിച്ചത് അവരുടെ ഹിസാബില്ലായ്മ മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം കവി പാടിയത്, ഭ്രാന്തായാൽ എന്തു സുഖം, സക്കറാത്തുൽ മൗത്തെന്തു രസം. ഭ്രാന്തായാൽ എന്ത് സുഖം, സക്കറാത്തുൽ മൗത്തെന്ത് രസം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.